നമ്മൾ കൊച്ചിക്ക് പോവാണ്. നമ്മളെ വിളിച്ചുകൊണ്ട് ഒരു ഇന്റർവ്യൂക്ക്. ഞാൻ അപ്പോൾ അറിയണം ഞാനൊരു അധോലോകായി മാറി. എന്നാ ടോപ്പ് ആവലിന് ഒരു കുറവ് വരുത്താണ്ട് വെച്ചിട്ട് അവിടെ ഒരു വീഡിയോ കയറിയിട്ട് മുടിയൊക്കെ തന്നെ സെറ്റ് ചെയ്തു. മൈൽ സ്റ്റോൺ മേക്കേഴ്സിന്റെ ഇന്റർവ്യൂക്കാണ് നമ്മൾ പോയിക്കുന്നത്. എന്റെ ചങ്ങാന്റെ അടുത്ത് ഫോൺ എടുത്തിട്ട് ഇന്റെ വീഡിയോ എടുക്കാൻ പറഞ്ഞത്. ഫോൺ എടുത്ത് നോക്കുമ്പോൾ ഫുൾ ആങ്കറിന്റെ വീഡിയോ ആണ്. അല്ല ഓന്റെ അടുത്ത് ഫോൺ കൊടുത്ത് ഇന്നെ പറഞ്ഞാൽ മതി. ഭാഗ്യത്തിന് ഓളപ്പം 2 ഫോട്ടോ എടുക്കുന്ന ഗ്യാപ്പിൽ ഇനിയും കൂടി ഒന്ന് പെടുത്തിക്കണോ. നമ്മളങ്ങനെ ലുലുമാളിൽ പോയിട്ട് മെക്ഡൊണാൾഡ്സ് ഓരോ ഐസ്ക്രീം അങ്ങോട്ട് പിടിപ്പിച്ചു. ഐസ്ക്രീം വാങ്ങിയതിനു ശേഷമാണ് ഞാനൊരു അധോലോകായത് എനിക്ക് ഓർമ്മ വന്നത്. മനുഷ്യന്മാരൊക്കെ നോക്കിയത് എനിക്കാണ് പൊരായിട്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ കയറിയത് KFC ക്കാണ്. അതിനെ പറ്റിയിട്ട് ഞാനൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ. സാധനം അടിപൊളി. അവിടുന്ന് ഇറങ്ങിയിട്ട് ക്യൂൻസ്വേല് പോയിട്ട് കുറച്ചേരം തെണ്ടിത്തിരിഞ്ഞു. അവിടുന്ന് ഇറങ്ങിയിട്ട് നമ്മൾ വൈപ്പിൻ ബീച്ചിക്കാണ് പോയത്. കുറച്ചേരം അവിടെ ഡ്രിഫ്റ്റ് ചെയ്ത് കളിച്ച്. ഇത് നമ്മളെ ചങ്ങായിന്റെ വണ്ടിയാണ്. 12 മണി സമയത്ത് ഇവിടെ ആള് മനസ്സിനൊക്കെ ഉണ്ട്. എന്റെ പഴയ ലൈനിന് ഒരു പുതിയ ലൈൻ അയക്കണേ. അതും ആലോചിച്ച് കടൽക്കോക്കി കുറച്ചേരം ഡിപ്രഷനായി. ഇങ്ങനെ ഇരിക്കുമ്പോൾ എന്റെ ചങ്ങായി പറയുന്നത് ബീച്ചിന്റെ മരങ്ങളൊക്കെ സൈഡിൽ കൂടി പോയ വ്യത്യസ്തമായ കാഴ്ചകൾ കാണാം. എന്നാ പിന്നെ പോയോക്കാം. പറഞ്ഞതുപോലെ കാഴ്ചകൾ വ്യത്യസ്തം തന്നെ. അങ്ങനെ പോകുമ്പോഴാണ് എന്തോ ഒരു സാധനം മണ്ടുന്നുണ്ട്. നമുക്ക് പേടില്ലാത്തോണ്ട് തന്നെ തുണിയും പൊക്കിയാണ് മണ്ടി. കുറച്ചും കൂടി പോയപ്പോഴല്ലേ മനസ്സിലായത് മുന്നുകൂടി മണ്ടിയായി ജിന്നല്ല. അതവിടെ ഫോറസ്റ്റ് ഗെയിമിന് വന്നവരാണ്. ഇവര് തൊയിന് മാറിയിട്ട് ഓന്റെ കുട്ടിന്റെ പേര് മണ്ണിലെഴുതി കളിച്ചു. അവിടുന്ന് ഇറങ്ങി ഓരോ ചായം കുടിച്ചു കണ്ട് ഞങ്ങൾ പേരി പോയി. ബാക്കി നാളെ